മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടി, ഈ 3 ചാപ്റ്റർ കൂടിയിട്ട് ഒരൊറ്റ മൊഡ്യൂൾ ആയിട്ടാണുള്ളത്. ഈ മൊഡ്യൂളിൽ നിന്ന് 3 or 4 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഇതാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് മാറ്റർ? Anything which have mass and occupy in space is called matter. മാസ് ഉള്ള സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് എന്തോ അതിനെയാണ് മാസ് എന്ന് വിളിക്കുന്നത്. ഈ മാസിനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് മീൻസ് എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ഈസ് കോൾഡ് ഫ്ലൂയിഡ്. ഒഴുകാൻ കഴിവുള്ളതെന്തോ അതിനെയാണ് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ലിക്വിഡിനും ഗ്യാസിനും ഒഴുകാൻ കഴിവുള്ളത് കൊണ്ട് അതിനെ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ പ്രോപ്പർട്ടികളെ കുറിച്ച് പഠിക്കുന്നത് അടുത്ത ചാപ്റ്ററിലാണ്. ഇനി അടുത്ത ടേമാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 മോളിക്യൂൾ. 2 മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സിനെയാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ മോളിക്യൂളുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ടാകാനുള്ള കാരണം മോളിക്യൂളുകളിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കൊണ്ടാണ്. ഇനി ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. നമുക്കറിയാം ഫോഴ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് വരുന്നത്. ഇനി ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ F is equal to -du/dr ഫോഴ്സ് വരുന്നത്. ഇനി ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ F is equal to -du/dr ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സും മോളിക്യുലർ ഫോഴ്സും ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഇനീഷ്യലി അവക്കിടയിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലാണ്. ഈ സെപ്പറേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട്, ഈ സെപ്പറേഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് അവക്കിടയിലുള്ള ഫോഴ്സ് മോർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫോഴ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് അവക്കിടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മാറുന്നു. വീണ്ടും വീണ്ടും ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് 0 ആയി മാറും. വീണ്ടും അവക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആയിരിക്കും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവക്കിടയിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്, സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്രാഫ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവായി ഫോഴ്സ് 0 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്നു. ഈ പോയിന്റിനെയാണ് മിനിമം പൊട്ടൻഷ്യൽ ഫോഴ്സ് 0, ഈ പോയിന്റിനെയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഇത് സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ഇതേപോലത്തെ ഗ്രാഫാണുള്ളത്. ഇത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ കെമിസ്ട്രിയിൽ നമ്മൾ ഹൈഡ്രജൻ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ വേഴ്സസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. സെയിം ഗ്രാഫാണ് നമുക്ക് അവിടെ ഉള്ളത്. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. ഒരു ബോഡിയിലേക്ക് അതിന്റെ ഫോം മാറ്റാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡിഫോമിംഗ് ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും. ഈ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ, ആ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയുടെ ഉള്ളിൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, അതിനതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വരാൻ സഹായിക്കുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ബോഡി ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിഫോമിംഗ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും.
ഇനി അടുത്ത ടേമാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്. അടുത്തതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് അപ് ടു വിച്ച് ദ ബോഡി ഷോ ഇലാസ്റ്റിസിറ്റി. നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, റിമൂവ് ചെയ്തു, ബോഡി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വന്നു. ഇതിനേക്കാൾ വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, റിമൂവ് ചെയ്തു, ബോഡി അതിൻ്റെ പൊസിഷനിലേക്ക് മടങ്ങി വന്നു. ഇതിനേക്കാൾ വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, റിമൂവ് ചെയ്തു, ബോഡി അതിൻ്റെ പൊസിഷനിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ബോഡി ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ്. ആ സ്ട്രെസ്സിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു ഡിഫോമിംഗ് ഫോഴ്സ് ആയിരിക്കും. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇനി ഏതൊക്കെ സ്ട്രെസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ലീനിയർ സ്ട്രെസ്. ലീനിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെങ്ത്. ലെങ്ത്തിന്റെ ഡയമെൻഷനിൽ മാറ്റം വരുമ്പോഴാണ് ലീനിയർ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റോഡിനെ കൺസിഡർ ചെയ്യുകയാണ്. ആ റോഡിന്റെ ലെങ്തിന് പാരലായിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ലെങ്തിന് പാരലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്തിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയാണ് ലീനിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് ബൈ ഏരിയ. ഇതിന്റെ എത്രമാത്രം ഏരിയയിലാണ് നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇതിനെയാണ് ലീനിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് വോളിയം സ്ട്രെസ്. വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബോഡിയിൽ ഈ സർഫസിന് നോർമൽ ആയിക്കൊണ്ട് എല്ലാ ഡയറക്ഷനിൽ നിന്നും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡിയുടെ വോളിയത്തിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഇവിടെ നമ്മളൊരു ബോഡിയെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡയറക്ഷനിൽ നിന്നും ബോഡിക്ക് നോർമൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ വോളിയം കുറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് വോളിയം സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഷേപ്പ്. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോഡിയെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ബോഡിയുടെ ബേസ് ഭാഗം നമ്മളിവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അപ്പർ ഫേസിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്പർ ഫേസിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ അപ്പർ ഫേസ് കുറച്ച് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷേപ്പിൽ ചേഞ്ച് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനീഷ്യലി ഇത് ഇവിടെ ആയിരുന്നു ഉള്ളത്, പിന്നീട് അതിന്റെ ബേസിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പർ പോർഷൻ ഇത്ര ഡിസ്പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷന് ഫോഴ്സ് ബൈ ഏരിയ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് ടു ഏരിയ. ഏരിയക്ക് ടാൻജൻഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇനി അടുത്ത ടേമാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. പേരാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ കുറെ സ്ട്രെസ് പഠിച്ചു. ഈ സ്ട്രെസ്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ലീനിയർ സ്ട്രെസ് ആണ്. അപ്പൊ ലീനിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അടുത്തതാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രെയിൻ ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ ലെങ്ത്തിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് ലെങ്ത്തിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ലെങ്ത്തിന് പാരലൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്തിൽ വ്യത്യാസം വരും. ഇതേപോലെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റേഡിയസിലും വ്യത്യാസം വരുന്നുണ്ട്. ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റേഡിയസിലും വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. -Δr/r.
ഇനി ഇവിടെ ഒരു റേഷ്യോ ഉണ്ട്, അതിനെ പോയിസൺസ് റേഷ്യോ എന്നാണ് വിളിക്കുക. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഇതിനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ, ഇതിനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇനി തിയററ്റിക്കൽ വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 0.5, ബട്ട് പ്രാക്ടിക്കലി അതിൻ്റെ വാല്യൂ 0-ൻ്റെയും 0.5-ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിയുടെ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ്. കാരണം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് റീഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിലോ റേഡിയസിലോ ഒന്നും ഒരു മാറ്റമില്ല. ലെങ്ത്തിലോ റേഡിയസിലോ മാറ്റം ഇല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ 0.5 ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ത്രൂ വിച്ച് ദ ബോഡി ഈസ് ഡീഫോംഡ്. ബോഡി ഡീഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിൻ്റെ ടാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇതാണ് ബേസ് ഫിക്സ് ആക്കിക്കൊണ്ട് ടാൻജൻഷ്യലി അപ്പർ സർഫസിന് ടാൻജൻഷ്യലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നു. അപ്പർ ലെയർ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു തീറ്റ ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിൻ്റെ ടാൻജൻറ്റിനെയാണ്, ടാൻ തീറ്റയാണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഈ റിലേഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത ഈ ലെങ്ത്താണ് എക്സ്, ഇതാണ് അതിൻ്റെ ലെങ്ത്ത് എൽ. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ റിലേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എൽ ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് പറയുന്നത് അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അണ്ടറിൽ സ്ട്രെസ് സ്ട്രെയിനിന് ആനുപാതികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് y പ്രപ്പോർഷണൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 സ്ട്രെസ് പഠിച്ചു, 3 സ്ട്രെയിൻ പഠിച്ചു. അപ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ റേഷ്യോയാണ് യങ്സ് മോഡുലസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീനിയർ സ്ട്രെസ് നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? യങ്സ് മോഡുലസ് ഈസ് ഡിഫൈൻ ഓൺലി ഫോർ സോളിഡ്. സോളിഡിന് മാത്രം ഡിഫൈൻ ചെയ്തതാണ് യങ്സ് മോഡുലസ്. മോർ ദ യങ്സ് മോഡുലസ് മോർ വിൽ ബി ദ ഇലാസ്റ്റിക് ബിഹേവിയർ. യങ്സ് മോഡുലസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന് ഇലാസ്റ്റിക് ബിഹേവിയർ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഡിഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. മോർ ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ളതിന് മോർ യങ്സ് മോഡുലസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിയുടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് കുറയുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ യങ്സ് മോഡുലസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ആയിട്ട് ഇതൊരു മെറ്റീരിയലാണ്, അതിൻ്റെ യങ്സ് മോഡുലസ് y1 ആണ്. ഇത് അടുത്തൊരു മെറ്റീരിയലാണ്, അതിൻ്റെ യങ്സ് മോഡുലസ് y2 ആണ്. ഇതിൻ്റെ അടിയിൽ ഒരു മാസ് തൂക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്പ്രിങ് ചെയ്യുന്നത് പോലെ, സ്പ്രിങ്ങിൻ്റെ ഇക്വലൻ്റ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുമ്പോൾ ഇവനക്ക് കിട്ടുന്ന വെയ്റ്റും ഇവനക്ക് കിട്ടുന്ന വെയ്റ്റും ഒരേ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ y എഫക്റ്റീവ് ഈക്വൽ ടു 2y1 y2 ഡിവൈഡഡ് ബൈ y1 പ്ലസ് y2 എന്ന് കിട്ടും. ഇതേപോലെ പാരലൽ കോമ്പിനേഷനിൽ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഇവർക്ക് 2 പേർക്കും ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ സെയിം ആണ്. അത് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ y എഫക്റ്റീവ് y1 പ്ലസ് y2 ബൈ 2 എന്ന് കിട്ടും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ചാപ്റ്ററിലായാലും മെറ്റീരിയൽ പ്രോപ്പർട്ടിൻ്റെ എഫക്റ്റീവ് കാണുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ y1നും y2നും 1 എന്ന് കൊടുക്കുക. അപ്പോൾ y എഫക്റ്റീവ് 1 കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും ആൻസർ. ഫോർ എക്സാമ്പിൾ ഇവിടെ y1ന് 1, y2ന് 1, y1ന് 1, y2ന് 1 കൊടുത്താൽ 2 × y1 1 × 1
2 divided by 1 plus 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 1 എന്ന് ഉത്തരം കിട്ടണം. മെറ്റീരിയൽ പ്രോപ്പർട്ടീൻ്റെ എഫക്റ്റീവ് കാണുന്ന ഏത് ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, ഇവിടെ യങ്സ് മോഡുലസ്, അതുപോലെ ആവറേജ് വെലോസിറ്റി പ്രോബ്ലംസ്, 1 ഡയമെൻഷണൽ മോഷനിൽ ആവറേജ് വെലോസിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. എസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ബോഡി പകുതി ദൂരം v1 വെലോസിറ്റിയിൽ സഞ്ചരിച്ചു, ബാക്കി പകുതി ദൂരം ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ v2 v3 വെലോസിറ്റിയിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നമ്മൾ v1 v2 v3 എല്ലാത്തിനും 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവറേജ് വെലോസിറ്റിൻ്റെ ഓപ്ഷനിൽ എല്ലാത്തിനും ഇങ്ങനെ 1 ഇട്ട് കൊടുക്കുമ്പോൾ ആവറേജ് വെലോസിറ്റിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ എന്ന് പറയുന്നത്. കാരണം 1 1 1 ഇതെല്ലാം 1 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവറേജ് എന്താ 1 തന്നെയാണ്. അപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടി വരുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് വർക്ക് ഡൺ ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ് വലിച്ചു നീട്ടുമ്പോൾ അതിൽ എത്രമാത്രം വർക്കാണ് ചെയ്തത് എന്നാണ്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. വർക്ക് ഡൺ ഇൻ എ സ്പ്രിങ് നമുക്കറിയാം എന്താണ്, ½ ആണ്. ഇനി എ സ്ട്രിങ് ഈസ് എ സ്പ്രിങ് വിത്ത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ് YA/L എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് സ്പ്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം വിത്ത് സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അവിടെ K എന്ന് പറയുന്നതിന് പകരം ഇവിടെ YA/L എന്ന് കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം ഒരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുമ്പോൾ അവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് ½ ആണ്. അപ്പോൾ ഇവിടെ ½ YA/L × x² എന്ന് എഴുതേണ്ടി വരും. ഇനി വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ വയർ ഈസ് ഡെവലപ്ഡ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അത് അതിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി വർക്ക് ഡിവൈഡഡ് ബൈ വോളിയം ഈക്വൽ ടു ½ × സ്ട്രെസ് × സ്ട്രെയിൻ. ½ × സ്ട്രെസ് × സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വർക്ക് പെർ യൂണിറ്റ് വോളിയമാണ്. ഈ റിലേഷൻ മാറ്റി കൊടുത്താൽ നമുക്ക് ½ × y × strain² എന്ന് കിട്ടും. 1/2y × stress². ഇങ്ങനെ ഒരു 3 റിലേഷൻ ഇവിടെ കിട്ടും. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റാലിക് വയർ. ഒരു മെറ്റാലിക് വയറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. നമ്മളൊരു മെറ്റാലിക് വയറിനെ എടുക്കുക, അതിൻ്റെ അപ്പർ എൻഡ് ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുക, ലോവർ എൻഡിൽ ഒരു ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു സ്ട്രെസ് കൊടുത്തു. ഈ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് OA എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ കാണാം. ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് എന്ന് പറഞ്ഞാൽ ആ റീജിയൻ ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയനാണ്. സ്ട്രെസ്സ് സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിന് ആനുപാതികമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സ്ട്രെയിൻ ഡെവലപ്പ്. നമുക്ക് AB എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ സ്ട്രെസ്സ് സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല. എന്നിരുന്നാലും അത് ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ഇത് കാണിക്കുന്നത് B എന്ന് പറയുന്ന പോയിന്റ് വരെയാണ്. B എന്ന് പറഞ്ഞാൽ അതിന് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വരുന്ന മാക്സിമം പോയിന്റ്, അതിനെയാണ് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന മാക്സിമം പോയിന്റിനെയാണ്. ഈ പോയിന്റിലാണ് അത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ പെർമനൻറ്റ് ഇലോങ്ങേഷൻ ഉണ്ടാവും. അത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഇതാണ് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഭാഗം. ഈ B ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഈ BD എന്ന് പറയുന്ന റീജിയനിൽ അവിടെ പിന്നീട് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെർമനൻറ്റ് ഇലോങ്ങേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് D എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കാണാം. ഈ D എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ പൊട്ടാതെ ഇലോങ്ങേറ്റ് ചെയ്ത് അവസാനം ഇത് എന്ത് ചെയ്യും, മെറ്റീരിയൽ പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടാതെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സിനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അത് ഈ D എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ ഈ Dക്ക് ശേഷം എന്ത് ചെയ്യും, മെറ്റീരിയൽ ഫ്രാക്ചർ ചെയ്യാൻ തുടങ്ങും. മെറ്റീരിയൽ ഫ്രാക്ചർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് ശേഷം പിന്നീട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ഭാഗത്താണ് O തൊട്ട് B വരെയാണ് അത് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇതിന് ശേഷമുള്ള റീജിയനെ നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെ പ്ലാസ്റ്റിക് റീജിയൻ എന്നാണ് വിളിക്കുക. ഇനി BD എന്ന് പറയുന്ന ഈ ഇത്രയും പോർഷൻ BD,
ഈ ബി ഡി എന്താണ് സൂചിപ്പിക്കുന്നത്? പെർമനന്റ് ഇലോങ്ങേഷൻ. സ്ട്രെസ് കൊടുത്താൽ അവിടെ എന്തുണ്ടാവും? ഇലോങ്ങേഷൻ ഉണ്ടാവും. ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകില്ല. അപ്പോൾ അവിടെ ഒരു പെർമനന്റ് ഇലോങ്ങേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ബി ഡി എന്ന് പറയുന്നത് കർവിൽ, ഒരു മെറ്റീരിയലിൻ്റെ കർവിൽ ബി ഡി എന്ന് പറയുന്ന റീജിയൻ വലുതാണെങ്കിൽ ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വലിച്ച് നീട്ടാൻ കഴിയുന്ന മെറ്റലിനെയാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡി കൂടുതലാണെങ്കിൽ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കും. ബി ഡി കുറവാണെങ്കിൽ ബ്രിറ്റിൽ മെറ്റീരിയൽ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽ ആയിരിക്കും. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയലിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ഒരു സ്ട്രെസ് കൊടുത്താൽ തന്നെ വളരെ വലിയൊരു സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഇലാസ്റ്റോമേഴ്സ്. അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത ടേമാണ് ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രെസ് അറ്റ് വിച്ച് ദ ബോഡി ബ്രേക്സ്. ബോഡി ബ്രേക്ക് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു ഗിവൺ മെറ്റീരിയലിന് ഈ ബ്രേക്കിംഗ് സ്ട്രെസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വയറുണ്ട്. ഈ വയറിനെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ് മാറുന്നില്ല. ബ്രേക്കിംഗ് സ്ട്രെസ് മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ബ്രേക്കിംഗ് ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം സ്ട്രെസ്സിനും വോളിയം സ്ട്രെയിനിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ. ഇനി വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേഞ്ച് ഇൻ പ്രഷറാണ്, ഡെൽറ്റ പി. വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി. അതാണ് നമ്മൾ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ വി ബൈ വി എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഈസ് ഡിഫൈൻ ഫോർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ബൾക്ക് മോഡുലസ് എല്ലാ മെറ്റീരിയലിനും, സോളിഡ് മെറ്റീരിയലിനും ലിക്വിഡ് മെറ്റീരിയലിനും ഗ്യാസ് മെറ്റീരിയലിനൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ഗ്യാസിന് ബൾക്ക് മോഡുലസ് ഉണ്ട്, ലിക്വിഡിന് ബൾക്ക് മോഡുലസ് ഉണ്ട്, സോളിഡിന് ബൾക്ക് മോഡുലസ് ഉണ്ട്. ഇനി ഗ്യാസിൽ തന്നെ ഓരോ പ്രോസസ്സിലും ഓരോ ബൾക്ക് മോഡുലസ് ആണ്. അഡയാബാറ്റിക് ബൾക്ക് മോഡുലസ്, ഐസോതെർമൽ ബൾക്ക് മോഡുലസ്, അങ്ങനെ ഓരോ പ്രോസസ്സിനും ഓരോ ബൾക്ക് മോഡുലസ് ആണ്. അത് നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കും, എങ്ങനെയാണ് അതിൻ്റെ ബൾക്ക് മോഡുലസ് കാണുക എന്നുള്ളത്. ഇനി ഇവിടെ ഒരു ടേം നമ്മൾ മനസ്സിലാക്കാനുണ്ട്, കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി ഈക്വൽ ടു 1 ബൈ ബൾക്ക് മോഡുലസ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും, അതാണ് കംപ്രസിബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സോളിഡിനെയാണോ ലിക്വിഡിനെയാണോ ഗ്യാസിനെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? ഗ്യാസിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കംപ്രസിബിലിറ്റി കൂടിയത് ഗ്യാസിനാണ്. കംപ്രസിബിലിറ്റി ഗ്യാസിന് കൂടാൻ കാരണം ബൾക്ക് മോഡുലസ് കുറഞ്ഞതുകൊണ്ടാണ്, ഡിനോമിനേറ്റർ കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ബൾക്ക് മോഡുലസ് ഏറ്റവും കുറവ് ഗ്യാസിനായിരിക്കും, ഏറ്റവും കൂടുതൽ സോളിഡിനാണ്. ഇനി അടുത്ത മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഷിയറിംഗ് മോഡുലസ്. ഷിയറിംഗ് മോഡുലസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിജിഡിറ്റി മോഡുലസ്. ഈറ്റ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ. ഇനി ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റ വളരെ ചെറിയ ആംഗിൾ ആകുമ്പോൾ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഷിയറിംഗ് മോഡുലസ് ഈസ് ഡിഫൈൻ ഓൺലി ഫോർ സോളിഡ്. ഇത് സോളിഡിന് മാത്രം ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ ആണുള്ളത്. റിലേഷൻ ബിറ്റ്വീൻ വൈ ബൾക്ക് മോഡുലസ് ആൻഡ് ഈറ്റ. 9 by y ഈക്വൽ ടു 1 by b പ്ലസ് 3 by ഈറ്റ. ഫോർ മോസ്റ്റ് ഓഫ് സോളിഡ് ബി ഈസ് വെരി ലാർജ്. സോളിഡിനെ സംബന്ധിച്ചിടത്തോളം ബി വളരെ ലാർജ് ആയതുകൊണ്ട് 1 by വലിയൊരു വാല്യൂ 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് 9 by y ഈക്വൽ ടു 3 by ഈറ്റ എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 3n എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻ കിട്ടും. ഇത് നമ്മളെ NCERTയിൽ ഉള്ള അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ? ഫസ്റ്റ് വൺ ഈസ് ക്രെയിൻ വയർ ഡിസൈൻ. ക്രെയിൻ വയർ ഉണ്ടാക്കിയ മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കൂടുതൽ ഭാരം അതിന് ചുമക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് സ്ട്രെസ്, അതിന് ഏറ്റവും കൂടുതൽ പൊന്തിക്കാൻ പറ്റുന്ന ഭാരം എന്ന് പറയുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ അതിന് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ W ഡിവൈഡഡ് ബൈ വെയിറ്റ്, അത് ചുമക്കുന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ W ബൈ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷം, ഈ കാൽക്കുലേഷൻ നടത്തി ഡിസൈൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയലിന് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, വർക്കിംഗ് സ്ട്രെസ് എത്രത്തോളം ഭാരത്തെ വെയിറ്റിനെ ഉയർത്താൻ പറ്റും എന്നാണ് മാക്സിമം ഹൈറ്റ് ഓഫ് മൗണ്ടെയിൻ ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ
എത്രമാത്രം ഹൈറ്റിൽ മാക്സിമം ഹൈറ്റ് എത്ര ഉണ്ടാകും എന്ന് തീരുമാനിക്കുന്നത് ഇലാസ്റ്റിസിറ്റിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മൗണ്ടെയിൻ എച്ച് ഹൈറ്റിൽ ഒരു മൗണ്ടെയിൻ ഉണ്ടെങ്കിൽ ഇത് എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് HρG ആണ്. ഈ എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് ശേഷം പിന്നീട് മൗണ്ടെയിനുകളൊന്നും നമുക്ക് പറയാനുള്ളതാണ് ബെൻഡിങ് ഓഫ് ബീംസ്. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള L ലെങ്ത്തും B ബ്രെഡ്ത്തും D ഡെപ്തും ഉള്ള ഒരു ബീമിനെ കൺസിഡർ ചെയ്യുക. ഈ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെൻറ്ററിൽ നിന്ന് W ഒരു ലോഡ് തൂക്കിയിടുക. അപ്പോൾ ആ ബീമിന് എത്രമാത്രം ഡിപ്രഷൻ ഉണ്ടാകും, അതാണ് Y എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിപ്രസ്ഡ് ആയ സ്ട്രക്ചറിൻ്റെ സെൻറ്റർ ഓഫ് മാസും അതിനു മുമ്പുള്ള ആക്ച്വൽ ബീമിൻ്റെ സെൻറ്റർ ഓഫ് മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. അതിന് ഡിപ്രഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസിന് എത്രമാത്രം ഡിപ്രഷൻ സംഭവിച്ചു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ WL³/4BD³ എന്നതാണ് ഇക്വേഷൻ. അതുകൊണ്ടാണ് നമുക്കറിയാം D എന്ന് പറയുന്നത് ക്യൂബിലാണ് കിടക്കുന്നത്. അപ്പോൾ ബ്രെഡ്ത്തിനേക്കാൾ നമ്മൾ കൂട്ടുന്നത് ഡെപ്ത് ആണ്. അപ്പോൾ ഡെപ്ത് കൂട്ടുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് Y കുറയും. ഇനി നമ്മൾ ഡിപ്രഷൻ കുറക്കാൻ വേണ്ടിക്കൊണ്ട് I ഷേപ്പിലാണ് ബീം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ I ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ഡിപ്രഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലാകെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് സ്ട്രെസ്സുകളും സ്ട്രെയിനുകളും ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുമാണ്. 3 സ്ട്രെസ്സ്, 3 സ്ട്രെയിന്, 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ഇക്വേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട്